വുഡ് യു റാദർ നോ വെൻ യു വുഡ് ഡൈ ഓർ വുഡ് യു റാദർ നോ ഹൗ യു വുഡ് ഡൈ? ആദ്യമൊക്കെ നമ്മൾ സൂക്ഷിക്കും, പോയി ഇന്നാണോ മരിക്കുന്നത്, ഇതാണ് അവസാനത്തെ ഇറക്കമെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം പോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ഏകദേശം നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ മരിക്കാൻ പോവാന്ന്. എന്നാന്നറിയുമ്പോൾ ഒരു ലൈഫിൻ്റെ ഒരു സസ്പെൻസ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ മരിക്കുന്ന അറിയുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 22 കട്ടൻ ചായ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 22ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു ലൈവ് എപ്പിസോഡിൽ എഗെയിൻ ആദ്യമായിട്ട് ചാനൽ ഡിസ്കവർ ചെയ്യുന്നവർ, ആദ്യമായിട്ട് ചാനൽ ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സ് ആവാം, മേ ബി ഫിലോസഫി ആവാം, മേ ബി ഹൈപ്പോത്തറ്റിക്കൽസ് ആവാം, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളിൽ നമ്മുടെ തോട്ട്സും ഒപ്പീനിയനും ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാൻ കൂടി നമുക്കൊരു ഫിലോസഫിക്കലായിട്ടുള്ള ടോപ്പിക്കാണ്. വുഡ് യു റാദർ നോ വെൻ യു വുഡ് ഡൈ ഓർ വുഡ് യു റാദർ നോ ഹൗ യു വുഡ് ഡൈ? അത് ബെൻസ്ബായുടെ ടോപ്പിക്കാണ്. അത് ഒരു രീതിയിൽ ഫണ്ണിയാണെന്ന് തോന്നുവാണെങ്കിലും ഇറ്റ് മേക്ക് സെൻസ്. നമുക്ക് ആലോചിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് നമ്മൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ, അറിയുവാണെങ്കിൽ ഇതിൽ ഒരെണ്ണം അറിയാൻ പറ്റുമെങ്കിൽ ഏതറിയാൻ പറ്റും, അതാണ് ആ ഒരു ടോപ്പിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ബെൻസ് ബായ് എന്താ ഇടാൻ കാരണം, എന്നിട്ട് നമുക്ക് എല്ലാവരുടെയും കാരണം കുറേ നേരം വരച്ചു നോക്കി, ടോപ്പിക് ഒന്നും കിട്ടിയില്ല. പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ടോപ്പിക് സെർച്ച് ചെയ്ത് നോക്കി, മറ്റേ ഇടാൻ പാടില്ലായിരുന്നു. അല്ല മിസ്റ്റർ സി ഇടാൻ പാടില്ലായിരുന്നു. മിസ്റ്റർ സി ഗ്യാങ് കോൺട്രവേഴ്സി അത്രയും കണ്ട സാധനങ്ങൾ സംസാരിക്കുന്നു. സോ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും എന്താണെന്നുള്ളത് ഒരു വേടി പറയാം. ഏതാണ് സെലക്ട് ചെയ്യുന്നത്? ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്നല്ലേ നീ പറയുന്നത്? സെലക്ട് നിർബന്ധമാണോ? സെലക്ട് ചെയ്യണം നിർബന്ധമാണ്. ഒരെണ്ണം അത് നടുക്കി കാണണേ അല്ലേ നടുക്കി വെക്കില്ല. എല്ലാവർക്കും അതാണല്ലോ അറിയാണ്ടിരുന്നാലും സോ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഞാൻ വെൻ എടുക്കും. വെൻ യു ഡൈ ആയിരിക്കും ഞാൻ പറയുള്ളൂ. വൈശാഖ് വെൻ. അല്ല, ആദ്യം എല്ലാരും ഇത് പറയാനല്ലോ. ഞാനും വെന്ന ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അവസാനം പറയാം. ഞാൻ ഹൗ വുഡ് യു ഡൈ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞത് വെൻ ആൻഡ് ഹൗ. എനിക്ക് രണ്ടു അറിയാവുന്ന കുഴപ്പമില്ലെന്നായിരുന്നു. അതിപ്പോ നിനക്ക് അറിയണം. ഇപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ സമയമല്ലേ, സമയമാകുമ്പോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹൗ എടുക്കും. ഹൗ എങ്ങനെ? അങ്ങനെ മരിക്കും. ഓക്കെ, അപ്പോൾ ഹൗ പറയാൻ കാരണം എന്താ? നീ വെന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സാക്ട്ലി എന്ന് മരിക്കും എന്നുള്ളതായിരുന്നു നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പോൾ നാളെ മരിക്കുന്നതെന്ന് ഇന്നറിയുവാണെങ്കിൽ തീർന്നില്ലേ, ഓൾറെഡി ഇന്ന് തന്നെ മരിച്ചു പോലാവും. ഫോറസ്റ്റ് കമ്പനി ട്രെയിൻ അടിച്ചാൽ മരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ട്രെയിൻ കാണുമ്പോൾ എനിക്ക് പേടി ഉണ്ടാവില്ല ഹൗ എന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓടി തോന്നി ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ പോകാതിരിക്കുക. അതാണ് അതിന്റെ ഒരു വേറെ പോയിന്റ് വരുന്നത്. ഞാൻ അതിൽ ത്രൂ ആ മരിക്കുന്ന അറിയുമ്പോഴത്തേക്ക്, പക്ഷെ നടക്കാനുള്ള എങ്ങനെയാണ് നടക്കും. നീ എങ്ങനെ അവോയ്ഡ് ചെയ്താലും ചിലപ്പോൾ ശരിയാ, ചിലപ്പോൾ ഡ്രൈവർ പറഞ്ഞത് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ട്രെയിൻ പറന്ന്. പണ്ട് ഏത് ഡൽഹിയിൽ എന്തോ അങ്ങനെ ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലേ, മറ്റേ ബിൽഡിംഗ് കൂടെ ഇടിച്ച് പൊളിച്ചു. രാവൺ സിനിമയിലായിരിക്കും. അല്ല, ശരിക്കും നടന്നുള്ള ഒരു ഇൻസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ വല്ലതൊക്കെ വരും. അതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ അല്ലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇട്ട് തോന്നിയത് എനിക്കതാ. പക്ഷെ നടക്കാൻ ഉള്ള എന്തായാലും നടക്കുമെന്ന് അറിയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എങ്ങനെ മരിക്കുന്നത് അറിയുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എനിക്കൊന്ന് ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാ മരിക്കുന്നത് അറിയുകയാണെങ്കിൽ എനിക്കത് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ഉറപ്പായിട്ട് മരിച്ചു പോകും. വീട്ടിലിരുന്ന ആൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അന്ന് മരിച്ചു പോകും. പക്ഷെ എങ്ങനെ മരിക്കും എന്നറിയുവാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ട്രെയിൻ അടിച്ചാൽ മരിക്കുന്നതെന്നോ കാർ അടിച്ചാൽ മരിക്കുന്നതൊക്കെ ആണെങ്കിൽ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ശ്രമിക്കാം മാക്സിമം. അതിനോ വീട്ടിൽ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു കാർ പറന്നു വരും. സംഗീത് എന്താ? അല്ല, ഇത് സംഗീതം സെയിം അല്ല സെലക്ട് ചെയ്തത്. അപ്പൊ ബെൻസ് ബായ് എന്താ സെലക്ട് ചെയ്യാൻ കാരണം? ഞാൻ വേറെയാണ് സെലക്ട് ചെയ്തത്. ശരിയാ, ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല. എന്നാണെന്ന് അറിയുമ്പോഴത്തേനും അറ്റ്ലീസ്റ്റ് അന്ന് വരെ സമയമുണ്ടെന്ന് അറിയാം. അപ്പൊ പിന്നെ ഞാൻ ഇമ്മോർട്ടലാണല്ലോ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മരിക്കത്തില്ല എന്നറിയാം. ചിലപ്പോൾ കോമയിൽ പോകും, പക്ഷെ മരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒഴിഞ്ഞിട്ടും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 10-20 വർഷം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്ന് വരെ മരിക്കില്ല. അപ്പോൾ ഇച്ചിരി കൂടി ജില്ലായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ മറ്റേതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഇപ്പോൾ ലെറ്റ്സ് ഒരു പാണ്ടിലോറി ഇടിച്ചാന്ന് പറയുമ്പോൾ പിന്നെ വെച്ചാൽ എന്നും ടെൻഷനായിരിക്കും. പാണ്ടിലോറി അവിടെ നിന്ന് വരും, സ്വപ്നമൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ പാണ്ടിലോറി ഇടിക്കും. അതാണ് ഒരു ടെൻഷൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇല്ലെങ്കിൽ ലെറ്റ്സ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും എന്ന് പറയുമ്പോഴത്തേനും എത്ര ഹാർട്ട് നോക്കിയാലും ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും എന്നറിയാം. അപ്പോൾ പിന്നെ എന്ന് മരിക്കും എന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ നോക്കണമെന്നും അറിയത്തില്ല. അതൊരു ടെൻഷനായി പോകും. അപ്പോൾ അതാണ് അത്. ഇനി സംഗീതം എന്തായിരുന്നു ഇടാൻ കാരണം? ഞാൻ എനിക്ക് പ്രത്യേകിച്ച് രണ്ടും പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാന്നറിയുമ്പോൾ ഒരു ലൈഫിൻ്റെ ഒരു സസ്പെൻസ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ
എന്താ പറയുന്ന ഒരു മിസ്റ്ററി ഇല്ലാണ്ടായി പോകും ലൈഫിൽ. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്താലും ആൾ മരിക്കും. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഓക്കെ, നമ്മൾ ഈ കാരണത്താലേ മരിക്കത്തുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ മരിക്കാൻ പോവാന്ന്. കാരണം ഒരു കണ്ണടഞ്ഞു പോകുന്ന പോലെ അടഞ്ഞു പോകത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന അങ്ങനെ ആയിരിക്കാം. കാരണം മരിച്ച ആരും വന്ന് തിരിച്ച് പറയത്തില്ല ഇങ്ങനെയാണ് മരിച്ചതെന്ന്. അപ്പോൾ മരിക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ മരിക്കുവാന്ന്. പക്ഷെ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ഓക്കെ, ഞാൻ ഓക്കെ ഇതാണ് എൻ്റെ സമയം. നീ സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴി തെന്നി വീണ് തലയിടിച്ചാൽ പറഞ്ഞാലോ, അപ്പോൾ തെന്നുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ മരിക്കാന്ന്. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ. നീ നാളെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഇന്ന് നീ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഒക്കെ നിനക്ക് ഇതാവില്ല മൈൻഡ്. പിന്നെയാണ് ഞാൻ ഇല്ല, പക്ഷെ അതെനിക്കൊന്ന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് ചിന്തിക്കത്തില്ലല്ലോ. ആദ്യമൊക്കെ നമ്മൾ സൂക്ഷിക്കും, പോയി നീ ഇന്നാണോ മരിക്കുന്നത്, ഇതാണ് അവസാനത്തെ ഇറക്കമെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം പോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഓടി വരത്തുള്ളതെന്ന് തോന്നുന്നു. ഓരോ ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞു വരുമല്ലോ ദിവസങ്ങള്. പക്ഷേ അതാ പറഞ്ഞേ, പക്ഷേ ഇന്നാണോ നാളെയാണോ മരിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. ഇപ്പൊ 25-20 വയസ്സ്, ഒരാ 40 എത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ട് എത്ര കാലം ഉണ്ട് എന്ന് ചിന്തിക്കും. ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ നാളെ പോന്നെങ്കിൽ പോട്ടെ എന്ന്. ഇതിൽ പക്ഷേ ബെൻസ്ബേഡ് ആംഗിൾ എന്താ, ഇതിലെന്താ വേറെ എന്താ ആംഗിൾ? അല്ല, വേറെ പ്രത്യേകിച്ച് ആംഗിളൊന്നും ഇല്ല. അത് ആദ്യം ഞാൻ ചിന്തിച്ചത് ഇപ്പൊ അറിയാതിരിക്കുന്ന നല്ലതെന്നാണ് ചിന്തിച്ചത്. അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും അതാന്ന് ചിന്തിച്ചത്. പക്ഷേ അത് പറയും, ഇതിപ്പോ ഇച്ചിരി ഞാൻ കണ്ടപ്പോൾ തോന്നിയത്, ഇത് ആസ് പെർ ബൈബിൾ ഇത് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ടെന്നാ മനസ്സിലാക്കാൻ അറിയുന്നത്. എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ എർത്തിലേക്ക് വന്നെന്നുള്ളത്. അപ്പൊ എന്നാന്ന് അറിയുവാണെങ്കിൽ ഞാനിപ്പോ 25, 30, 26 ആകുന്നു. 30-ലാണ് മരിക്കുന്നത് അറിയുമ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുമായിരിക്കും. അപ്പോൾ അതിനുള്ളത് ചിലപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങണമായിരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇന്ന സമയത്തിനുള്ളിൽ. അല്ലെങ്കിൽ ഇതിപ്പോൾ അല്ലെങ്കിൽ ഒട്ടും അറിയത്തില്ല, ഇത് എന്താ നാളെയാണ് എന്താ എപ്പോഴാണെന്നും അറിയത്തില്ല. ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. അതേ ഉള്ളൂ. 5 കൊല്ലം കഴിഞ്ഞ് മരിച്ചു എന്ന് അറിയുവാണെങ്കിൽ ലെറ്റ്സ് സേ അങ്ങനെയാണെങ്കിൽ, എന്നാണെന്നാണെങ്കിൽ. അപ്പൊ നാളെ മരിക്കുന്ന അറിയുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? നാളെ മരിക്കുന്ന അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്തെന്തോ കണ്ടുപിടിച്ചിട്ടില്ല, വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങും. പക്ഷെ എന്തായാലും അടുത്ത ഒരു എന്തെങ്കിലും മരണം വരും എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആയിരുന്ന സാധനം ആൾക്കാർ പറഞ്ഞു കേട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മരിക്കും. അപ്പൊ പിന്നെ എന്തായാലും അതങ്ങ് അത് മോദിജിയുടെ ഒരു വൈറൽ ഡയലോഗ് ഉണ്ട്. പുള്ളിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്ന ജനനം കഴിഞ്ഞിട്ട് ആകെ ഉറപ്പുള്ള ഒരു സംഭവം അത് മരണം മാത്രം. അപ്പോൾ പുള്ളിക്ക് മരണത്തിനോട് ഒരു പേടിയില്ല എന്ന് പറഞ്ഞ് ഒരു മാസ് ഡയലോഗ് പുള്ളി അടിക്കുന്നുണ്ട്. ഇല്ല, അത് ഒത്തിരി പേര് ഈവൻ ഫിലോസഫേഴ്സ് ആണെങ്കിലും കുറേ പറയുന്ന ഒരു കാര്യം. അതായത് 2 കാര്യങ്ങൾ നമുക്കൊന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫിക്സ്ഡ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും മരിക്കും. പെർമനന്റ് ആണത്, അതിന് നമുക്ക് തടയാനും പറ്റത്തില്ല. സോ അപ്പോൾ എന്തായാലും സംഭവിക്കാത്ത കാര്യം. അപ്പോൾ എന്താണെന്നറിയുവാണെങ്കിൽ അതിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാം എന്നാ ഞാൻ ചിന്തിച്ചുള്ളൂ. അത് ശരിയാണ്. എന്നാണെന്നറിയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. ഒന്നും അറിയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. നമുക്ക് അത്രയും ജീവിക്കാനുള്ള ഒരു സാധനം കൂടും. പക്ഷേ പർപ്പസ് ഒന്നും ഇല്ല കണ്ടുപിടിക്കേണ്ടെന്നുള്ളത്. ഇപ്പോൾ വൈശാഖിന് പറഞ്ഞാൽ എനിക്കൊന്നും മടിയുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ പൈസ ഞാൻ ഇത്രയും ഏൺ ചെയ്തു, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, ഞാൻ ഇത്രയും കാലം കൂടെ ജീവിക്കുകയുള്ളൂ. അവൻ ചിലപ്പോൾ അടുത്ത 5 വർഷം ലാഭിഷാകുമായിരിക്കും മാക്സിമം. അതും ശരിയാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവും. അതല്ല ചെയ്യേണ്ടത്. ലൈക്ക് നമ്മൾ കാശുണ്ടാക്കി നമ്മൾ ഇത്ര കാലത്തോളം മരിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം. ഉണ്ടാക്കി കാശെല്ലാം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. പർപ്പസ് നോക്കി നടക്കരുത്. നമ്മൾ എൻജോയ് ചെയ്യണം. ലൈക്ക് മരിക്കുന്നവരെ നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ഒരു രാജാവ്, പുള്ളിയുടെ പേര് പരീക്ഷത്ത്. പുള്ളി അർജുനന്റെ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ അഭിമന്യുയുടെ മോനായിരുന്നു. പുള്ളി ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ ആ ഒരു ഇത് തന്നെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്? ഇപ്പൊ ഇവൻ പറഞ്ഞ ആ ഒരു അത് തന്നെയാണ് ഇവനൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മരണം വരെ എൻജോയ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ. പർപ്പസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ മീൻ എൻജോയ്, അതാണ് പൈസ സേവ് ചെയ്യാണ്ട് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണമെന്നല്ലേ ഷൈൻ പറഞ്ഞത്. ഐ മീൻ ഇത്ര നാള് കൂടെ ഉള്ളെന്ന് കാണുമ്പോ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണം. പർപ്പസ് കണ്ടാലും കണ്ടില്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. അതെ ചേച്ചി. അപ്പോ പർപ്പസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈസി ആയിരിക്കത്തില്ല. നമ്മൾ ഇതിനേക്കാൾ പാടുള്ള വഴിയിലൂടെ ആയിരിക്കും പോകുന്നത് നമ്മൾക്ക് ഇതുവരെ ഉള്ളതിനേക്കാൾ. അപ്പൊ എന്താ നിന്റെ കയ്യിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഒന്നുമില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ബേസ് ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞതാ, ഇപ്പൊ നിനക്ക് 5 കൊല്ലം ജീവിക്കാനുള്ളൂ, നിന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. പക്ഷെ അപ്പൊ നിനക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, എനിക്ക് 5 കൊല്ലത്തിൽ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു സാധനം. സോ അപ്പൊ അതൊരു പർപ്പസ് ആണല്ലോ അത്.
ഇപ്പോൾ അതല്ല എനിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ വിജയ് ചെയ്ത ഒരു സാധനം അയാൾക്ക് വേണമെങ്കിൽ ആവശ്യമായിട്ട് ചെയ്താൽ മതിയായിരുന്നു. അയാൾ പക്ഷേ മന്ത്രിയായി അയാളുടെ ആ ഒരു അയാൾക്ക് കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ പ്രശ്നം അയാൾക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അയാൾ അത് ചൂസ് ചെയ്തു. അത് ഞാൻ ചോദിച്ചു, അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അയാളുടെ പൈസ എല്ലായിട്ട് ലാവിഷായിട്ട് ലോകം മൊത്തം കറങ്ങാം. രണ്ടാമത്തെ ഓപ്ഷൻ അയാൾക്ക് ആളുകൾക്ക് വേണ്ടി നല്ലത് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. അത് ചോദിച്ചേ നിങ്ങൾ പുള്ളി രണ്ടും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, പുള്ളി എൻജോയും ചെയ്യുന്നുണ്ടായിരിക്കും. പുള്ളി വർക്ക് മാത്രമല്ലല്ലോ. ഒന്നേ ഉള്ളൂ, ഏത് ചൂസ് ചെയ്യും? ലെറ്റ്സ് സേ ഐ മീൻ ഒന്ന് മാത്രമേ അങ്ങ് എങ്ങനെ ചൂസ് ചെയ്യണേ ലൈഫിൽ? എല്ലാരും പറയുന്നത് ലിവ് യുവർ ലൈഫ് ടു ദ പർപ്പസ് തന്നെയായിരിക്കും മിക്കവാറും. കാര്യം ഒബ്വിയസ്ലി മറ്റേതിന് അധികം പോയിന്റ് ഇല്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് എന്നാണ് എപ്പോഴും പറയുന്നത്. കാരണം ആലോചിച്ചോക്കണം, നമ്മൾ ഇത്ര ലിമിറ്റഡ് ഇയേഴ്സത്തേക്കാണ് നമ്മൾ ഈ ലോകത്ത് ഉള്ളൂ. അപ്പോൾ അത്രയും കാലം നമ്മൾ പർപ്പസ് നോക്കി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് നമ്മുടെ ലോകം ഇത്. അപ്പോൾ ഇത് നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇത്ര കാലമേ ഉള്ളൂ നമുക്ക്. നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചൊക്കെ നമ്മളിങ്ങനെ ടാക്സും കൊടുത്ത് ജോലിയും ചെയ്തൊക്കെ നടന്നവരെല്ലാം എന്തായാലും ഉള്ളത്. നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടിയൊക്കെ ജീവിക്കണ്ട. നമ്മളിപ്പോൾ അത് നമുക്ക് ലൈക്ക് ഒരു 2 വർഷത്തിൽ നമ്മൾ മരിക്കുന്നൊക്കെ അറിയാമെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടോ ഇല്ലാത്ത നമ്മൾ കേട്ടിട്ടോ ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം ഉള്ളത്. ഇപ്പം നീ പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം ഫുള്ള് സൃഷ്ടിച്ചിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ശതമാനം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത ചിലരുടെ പർപ്പസ് അതാണ്. ചിലരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ ഇന്ന് ജനിക്കുന്നു, കുറെ പണിയെടുക്കുന്നു, മരിക്കുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഐഷോ സ്പീഡ് ചെയ്യുന്നുണ്ടല്ലേ പുള്ളി, എന്ത് ചെയ്യുന്നത്, വേൾഡ് ടൂർ ചെയ്യുന്നു, ആൾക്കാരെ പുതിയ ആൾ, അത് അവൻ പറയുന്ന അവന്റെ പർപ്പസാണ്. ഇങ്ങനെ എല്ലാവരെയും പോയി കാണുക. പുള്ളിയുടെ അതിനകത്ത് ഒന്ന് ചുമ്മാ ഒന്ന് തല കാണിക്കുന്നവനൊക്കെ അടുത്ത ദിവസം ഭയങ്കര ഹൈ റീച്ചും കാര്യങ്ങളൊക്കെ. അവനടുത്ത് ഒരു അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താ കൗണ്ടർ ഉള്ളത്? അതായത് സംസാരിച്ച് തുടങ്ങി അവിടെ തീരത്തില്ല. അവിടെ ഇല്ല, നിനക്ക് ലൈക്ക് ബ്രീഫായിട്ട് ആൾക്കാർക്ക് നമുക്കും പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ എന്താണ് അതിന് കൗണ്ടർ ഉള്ളത്? ഒരിക്കലും ഈസി അല്ല പർപ്പസ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഐ മീൻ ആസ് പെർ ബൈബിൾ അങ്ങനെയാണ്, ഒട്ടും ഈസി അല്ല. ഐ മീൻ ഞങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഐഷോ സ്പീഡിൻ്റെ പ്ലസ് സൈഡാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ ഇത് സ്ട്രഗിൾ നമ്മൾ കാണുന്നില്ല, അവനത് കാണിക്കുന്നില്ല. അവൻ ലോകം മൊത്തം കറങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെതായ വേറെ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാവും, ഉറപ്പാണ്. വേറെ എന്തെങ്കിലും ഉണ്ടാവും. അത് പിന്നെ അതാണ് അവൻ്റെ പർപ്പസ് എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അതിനവന് വേറെ മറു സൈഡ് ഒരു പർപ്പസ് ഉണ്ടെന്നുള്ള 100% ഉറപ്പാണ്. പർപ്പസിന് വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ അവനായിരിക്കില്ല, അവൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകം ഫുള്ള് സ്ട്രീം ചെയ്യുന്നതെന്ന് ഒരിക്കലും അവൻ വിചാരിക്കുന്നുണ്ടാവില്ല. അവൻ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അവനല്ലാതെ പർപ്പസിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. അവന്റെ ലൈഫ് അവൻ ജീവിക്കുന്നു, കാശുണ്ടാക്കുന്നു, വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പൊ അത് പർപ്പസ് അവിടെ ഇരുന്നില്ലല്ലോ. ഇല്ല, അല്ല ചിലപ്പോൾ അതാ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അവൻ ചെയ്തു പോകുന്നത് അവന് അത് താല്പര്യമുള്ളതുകൊണ്ടല്ലേ, അവൻ ഇഷ്ടമുള്ളതല്ലേ അവൻ ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് ഓട്ടോമാറ്റിക്കലി അത് അവന്റെ അതായിരിക്കും നമ്മുടെ പർപ്പസ്. ജീവിക്കുക, അതാണ് നമ്മുടെ പർപ്പസ്. അല്ലാതെ വേറെന്താ പർപ്പസ്? ജീവിക്കുക. അത് പർപ്പസ് ജിസ്റ്റ് ജീവിക്കുക എന്നുള്ളതല്ല. പക്ഷെ എങ്ങനെ കണ്ടെത്തി അറിയുന്നത്? എങ്ങനെ നീ നിന്റെ പർപ്പസ് കഴിച്ചോ നീ എങ്ങനെ അറിയും? അത് ഓരോരുത്തരുടെ പേഴ്സണലി ഉള്ള, അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റില്ല. തീരത്തില്ല. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയത്തോലുമില്ല പർപ്പസ് നമ്മൾ ചെയ്തോ അതോ ഇല്ലയോ, ഇനി എന്താവും നമ്മൾ അറിയത്തോലുമില്ല പർപ്പസ്. നാളെ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പം ചിന്തിക്കുന്നില്ല ഇതേമേ ഞാൻ പർപ്പസ് ചെയ്തായിരുന്നു എൻ്റെ, അറിയത്തോലുമില്ല. നമ്മളിപ്പം ഇപ്പം ജീവിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ അതാണ് ഈ ഒരു ടോപ്പിക്ക്. ഇതൊരു ഫിലോസഫിക്കൽ ടോപ്പിക്കാണ്. നമ്മൾ ഇടയ്ക്ക് ഫിലോസഫിക്കൽ ടോപ്പിക്കുകൾ മിസ്സായി പോയിരുന്നു. നമ്മൾ ഒരിടയ്ക്ക് ചെയ്യുമായിരുന്നു, സംഗീതമായിരുന്നു ഫിലോസഫി കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് പൂക്കിയാക്കി വിട്ട്. പക്ഷേ അത് നല്ലൊരു ടോപ്പിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നീ മറ്റേ പറഞ്ഞില്ലല്ലോ അഭിമന്യുടെ കഥ. ഇല്ല, അത് കഥയൊന്നും ഇല്ലായിരുന്നു. അത് ജസ്റ്റ് ഇതായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എങ്ങനെ മരിക്കും എന്നുള്ളത് പുള്ളി ജനിച്ചപ്പോൾ തന്നെ എന്തോ ഇല്ലെങ്കിൽ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. പുള്ളി മരിക്കുന്നതും എങ്ങനെയായിരിക്കുന്നു, എനിക്കൊന്ന് പാമ്പ് കടിച്ച് മരിക്കും എന്നുള്ളത് പുള്ളി പാമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടി കടലിന് നടുക്ക് കൊട്ടാരം പണിത് ആ കൊട്ടാരത്തിൽ പുള്ളി എല്ലാ ഡോക്ടർമാരെയും എല്ലാവരെയും വെച്ച് സറൗണ്ട് ചെയ്ത് പുള്ളി ജീവിച്ച്. പക്ഷേ പുള്ളി സ്റ്റിൽ മരിക്കും എന്ന് പറഞ്ഞ ദിവസത്തിൽ അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടിൻ്റെ അത് പാമ്പ് കയറി വന്ന് പുള്ളിനെ കുത്തിയിട്ട് പോയി. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെയാണ് കംസൻ്റെ കഥയാണെങ്കിലും. കംസൻ ആ ഒരു സ്ത്രീയുടെ മകൻ പുള്ളിനെ വധിക്കും എന്ന് പറഞ്ഞു. പുള്ളി എല്ലാവരും കൊന്നു കളഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൃഷ്ണൻ മരിച്ചില്ല. കൃഷ്ണൻ തന്നെ വലുതായിട്ട് പുള്ളിനെ പൂസി കളഞ്ഞു. പുള്ളി വെറുതെ ടെൻഷൻ അടിച്ച് പുള്ളിയുള്ള കാലം പുള്ളി കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന് പുള്ളി ജീവിതം കളഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം മരണം അറിയാതിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. വരുന്നില്ല, വലിയ മരിക്കുന്നില്ല എന്നുള്ള സംഭവം അറിഞ്ഞിരിക്കുന്നത്, എപ്പോൾ വരുമെന്ന് അറിയില്ലാത്തത് ഒരു ഭാഗ്യമാണ് ഒരു രീതി നോക്കുവാണെങ്കിൽ. ഒരു സെയിങ് ഉണ്ടല്ലോ, ഫെയ്റ്റ് ഡ്രാഗ്സ് ദോസ് ഹു ഡോണ്ട്, ഫെയ്റ്റ് ലീഡ്സ് ദോസ് ഹു ഡു. അത് ചെറിയ മീനിങ് ഉള്ളൊരിതാണ്. അങ്ങനത്തെ സംഭവമുണ്ട് ഇവിടേക്ക്. അത് ചെറിയ സംഭവം, അത് എച്ചിലും കോപ്പിൽ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അത്
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. എന്തെങ്കിലും എഗ്രിങ് അല്ലെങ്കിൽ ഡിസഗ്രിങ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്കും സമയത്തിനൊപ്പം അത് ഇവോൾവ് ചെയ്ത് ഇച്ചിരി ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഇന്നത്തെ നിങ്ങൾ കണ്ട ഈ ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ബൈ ദ വേ എനിക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫുൾ വീഡിയോ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് ആ ഒരു ഫുൾ ലൈവ് ആണെങ്കിൽ അത് കാണാം. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ നമ്മൾ അൺകട്ടായിട്ട് ലൈവാണ് പോകുന്നത് എല്ലാ ഫ്രൈഡേയിലും. സോ അത് കണ്ടവർക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ള സംഭവം പറയുവാണെങ്കിൽ നമുക്ക് ഒബിയസ്ലി സമയത്തിനപ്പോൾ അത് ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.